Good afternoon. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ എടുത്തേ മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമ്മൾ തുടങ്ങിയായിരുന്നല്ലേ? ഇവിടെ വരെ എടുത്തോ, വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? എടുത്തത്രയും റീഡ് ചെയ്തോ? ഇവിടെ വരെയാ നമ്മൾ എടുത്തത്? IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഇതൊക്കെ പറഞ്ഞല്ലേ നമ്മള് ലാസ്റ്റ് എവിടെ പറഞ്ഞു നിർത്തിയത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് ഏതൊക്കെയായിരുന്നു? ഫങ്ഷണൽ വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, എസ്റ്റീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം അല്ലെ? ടൈം വാല്യൂ. പേജ് നമ്പർ 1 ശരി 102 കേട്ടോ, 102ാമത്തെ പേജാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഈ പർപ്പസ് ഓർ എയിം ഓഫ് എയിമിംഗ് ഡൂയിങ് വാല്യൂ അനാലിസിസ്. എയിംസ് എന്താണ്? പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. അപ്പൊ മൂല്യ വിശകലനം ചെയ്യുന്നതിന്റെ പർപ്പസ്, ആവശ്യം അല്ലെങ്കിൽ അതിന്റെ എയിം എന്താണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്? ഓക്കെ, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. എന്തിനാണ് വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യാൻ, ഒരു ഐറ്റത്തെ നീക്കം ചെയ്യാൻ മൂല്യവിശകലനം നടത്തുക. അപ്പൊ ഏതെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ, റിമൂവ് ചെയ്യാനായിട്ട് മൂല്യവിശകലനത്തിലൂടെ നമുക്ക് കഴിയും. റിമൂവൽ ഓഫ് ആൻ ഐറ്റം. Then utilization of standard components for cost reduction. ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസിന്റെ ഉപയോഗം. അതെങ്ങനെയാ? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലാത്ത ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ മുടക്കാവും അല്ലെ? കോസ്റ്റ് നമുക്ക് കൂടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ മെറ്റീരിയൽസ് വാങ്ങണതിന്റെ പൈസ കൂടി വരാം അല്ലെ? പൈസ കൂടുതലാവും. പൈസ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണന്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഉപയോഗം മൂല്യവിശകലനത്തിലൂടെ നമുക്ക് നല്ല മെറ്റീരിയൽ, സ്റ്റാൻഡേർഡ് കമ്പോണൻസ് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ സവിശേഷതകളും ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക. പരിശോധിക്കാനായിട്ട് വാല്യൂ അനാലിസിസ് ലക്ഷ്യം വെക്കുന്നു. അടുത്തത് ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ദ യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അടുത്ത് നോക്കി, ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് പരിശോധിക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ദ യൂസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഇതുണ്ടാവോ? നല്ലൊരു എന്താ പറയാ, അതൊരു അഡ്വാൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ. ചീപ്പർ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് പരിശോധിക്കുക. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഒരു ഓർഗനൈസേഷന് നേട്ടങ്ങൾക്കും ഉപയോഗത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് പരിശോധിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ നമുക്കത് മാറ്റി നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം അല്ലെ? ഓക്കെ, അത് ഒരു എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇൻസ്പെക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൈസസ് ഇൻ റിലേഷൻ ടു മണി ടു ബി സ്പെൻഡ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സസ്. നമ്മൾ ചെലവഴിക്കേണ്ട പണവുമായി ബന്ധപ്പെട്ട് അതിന്റെ സോഴ്സ്,
പിന്നെ അതിന്റെ വില കോസ്റ്റ് എങ്ങനെയാണ്, അതിന്റെ മൂല്യം നമ്മൾ ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇൻ ഡ്യൂ കോഴ്സ്, അതിന്റെ മൂല്യം യഥാസമയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും വാല്യൂ അനാലിസിസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ചാപ്റ്റർ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ പേജ് മറിച്ച് നോക്കിയാൽ അറിയാം. ഇത് ഒത്തിരി ലെങ്തി ചാപ്റ്റർ ആണ്, കുറെ പേജസ് ഉണ്ട്, വലിയൊരു ചാപ്റ്റർ ആണ്. ഇതിന് മാക്സിമം നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ, 5 or 6 ക്വസ്റ്റ്യൻ ഒക്കെയാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ പേജും നമ്മൾ ഫുള്ളും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കണ്ട. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അത് നല്ലവണ്ണം പഠിക്കുക. ബാക്കിയുള്ളത് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എല്ലാം ഫുള്ളും നമ്മളത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ഇത്രയും വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് മാക്സിമം ഇതിന് വരുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ നമ്മൾ നോട്ട് ചെയ്ത് പോകും, അത് കറക്റ്റ് ചെയ്ത് പഠിക്കുക, ബാക്കിത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇതിനകത്തൊന്ന് നോക്കിയാൽ നമ്മൾ ഈ പോയിന്റ്സ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ്, വാല്യൂ അനാലിസിസിന്റെ വാല്യൂ പർപ്പസിൽ ഉൾപ്പെടുന്നതാണോ അല്ലയോ ഒന്ന് മനസ്സിലാക്കാം. ഒരു ഐറ്റം റിമൂവ് ചെയ്യാനായിട്ട്, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നീക്കം ചെയ്യാനായിട്ട്, കോസ്റ്റ് കുറയ്ക്കുന്ന, കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഉപയോഗം, പിന്നെ ഒരു ഐറ്റത്തിൽ എല്ലാ ഫീച്ചേഴ്സും തിരിച്ചറിയാൻ, പിന്നെ ചീപ്പർ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്, എന്തിനാ, ഒരു ഓർഗനൈസേഷന് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ സോഴ്സുകൾ, ഓൾട്ടർനേറ്റീവ് സോഴ്സസ്, നമുക്ക് എത്രത്തോളം അതിനു വേണ്ടി പൈസ നമ്മൾ ചെലവഴിക്കണം, അത് അറിയാനൊക്കെ ആയിട്ട് ഒക്കെ ഇത് വാല്യൂ അനാലിസിസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാല് വരുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇത് നോട്ട് ചെയ്തോ കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഇസ് കറക്റ്റ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓർഗാനോഗ്രാം ഏതാണ്, ഏതൊക്കെയാണ് അതിനകത്ത് നോക്കി. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെറ്റീരിയൽസ് മാനേജർ. അപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെറ്റീരിയൽസ് മാനേജർ. തൊട്ട് താഴെ 2 സെക്ഷൻ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത് പർച്ചേസും വരുന്നുണ്ട്, സ്റ്റോറും വരുന്നുണ്ട്. പർച്ചേസിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ പർച്ചേസ് മാനേജർ ഉണ്ടാകും, സ്റ്റോഴ്സിന്റെ സ്റ്റോർ മാനേജറും ഉണ്ടാകും. പർച്ചേസ് മാനേജർ, സ്റ്റോർ മാനേജർ. അതിന്റെ കീഴിലാണ്, പർച്ചേസ് മാനേജറിന്റെ കീഴില് അസിസ്റ്റന്റ് മാനേജർ ഉണ്ട്, പർച്ചേസ് അസിസ്റ്റന്റും ഉണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഓർഗാനോഗ്രാം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ കറക്റ്റ് ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പഠിക്കുക. മെറ്റീരിയൽസ് മാനേജർ, പർച്ചേസ്, അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്. ഇനി ഇപ്പുറത്തെ സെക്ഷനിലാണെങ്കിൽ മെറ്റീരിയൽസ് മാനേജർ, സ്റ്റോഴ്സ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. ഓക്കെ, ഡീറ്റെയിൽ ഒന്നുമില്ല, ആ ഡയഗ്രാം ഒന്ന് നിങ്ങൾ ഓർഡർ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അതിനകത്ത് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ, കംസ് അണ്ടർ പർച്ചേസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറിന്റെ കീഴിൽ വരുന്നത് ഈ പർച്ചേസിനെ സംബന്ധിച്ച് പർച്ചേസ് അസിസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് ആ ഡയഗ്രാം മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതൊന്ന് ടിക്കിട്ട് വെച്ചോളെ, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. ഇനി അടുത്തത് പർച്ചേസിങ് എന്താണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിയേ. പർച്ചേസിങ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് വെച്ചാൽ അക്യൂർ ചെയ്യുക, ഏറ്റെടുക്കുക. Arranged acquisition of goods and the services for the buying entity. Entity എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരു നമ്മൾ എന്താ പറയാ, ഒരു വാങ്ങുന്ന ഒരു സ്ഥാപനത്തിനായിട്ട് നമ്മൾ ഗുഡ്സ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിങ്. നമ്മൾ പർച്ചേസ് ചെയ്യാറില്ലേ, അല്ലേ? ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകളാകാം, എന്തായാലും നമ്മൾ ഏറ്റെടുക്കുന്നതിനെയാണ് എന്താ പർച്ചേസിങ്. നമ്മൾ മേടിക്കല്ല ചെയ്യുന്നത്. നമ്മൾ പോയി കടയിൽ പോയി ഒരു ചുരിദാർ മേടിച്ചു, ഒരു സാരി മേടിച്ചു, എന്ത് ചെയ്യാ, നമ്മൾ അക്യൂർ ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് ഇവിടെ ഡാഷ് ഇട്ടൊന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് സെന്റൻസ് കേട്ടോ. ഡാഷ് ഈസ് ആൻ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ്. അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. എന്താണ് പർച്ചേസിങ്. ആ സെന്റൻസ് നോട്ട് ചെയ്തിടുക. നോക്കിയേ, purchasing activities are required
to make sure that required items are acquired in a timely manner and at a reasonable cost. എങ്ങനെയായിരിക്കണം ഒക്കെ ആവശ്യമായ സാധനങ്ങൾ എങ്ങനെ നമുക്ക് കിട്ടണം? ടൈംലി, അല്ലെ? സമയബന്ധിതമായി, കറക്റ്റ് സമയത്ത്, സമയബന്ധിതമായിട്ടും അറ്റ് റീസണബിൾ കോസ്റ്റ്, ഒരു ന്യായമായ വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പർച്ചേസിംഗ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ്. എന്തിനു വേണം? ടു മേക്ക് ഷുവർ ദാറ്റ് ദ റിക്വയർഡ് ഐറ്റംസ് ആർ അക്വയർഡ് ഇൻ ടൈംലി മാനർ ആൻഡ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തു, നമ്മളോട് പറയാണ് ഇത്ര സമയത്ത് നമുക്ക് എത്തിക്കാം. ആ ടൈം ഇമ്പോർട്ടന്റ് അല്ലേ അവിടെ? പിന്നെ അതുപോലെ കോസ്റ്റോ ഒരു ന്യായമായ വിലയായിരിക്കണം. നമ്മളിപ്പോ ഒരു 100 രൂപയുടെ ഒരു സാധനം ഉള്ളൂ, അതിനൊരു 500 രൂപ ഇട്ടാൽ നമുക്ക് പറ്റുമോ? അത് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പർച്ചേസിംഗില്. എന്താണ്? ടൈംലി മാനർ ആൻഡ് റീസണബിൾ കോസ്റ്റ്, അല്ലെ? ആവശ്യമായ സാധനങ്ങൾ എങ്ങനെയായിരിക്കണം? ടൈംലി, സമയബന്ധിതമായും ന്യായമായ വിലയിലും അക്വയർ ചെയ്യുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആവശ്യമാണ്. പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. പർച്ചേസിംഗ് ഡൺ, എങ്ങനെയാ പർച്ചേസിംഗ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാ പർച്ചേസ് ചെയ്യുന്നത്? എങ്ങനെയാ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാ പർച്ചേസ് ചെയ്യുന്നത്? ചുമ്മാ പർച്ചേസ് ചെയ്യാണോ? നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ട്, നമ്മൾ ചുമ്മാ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണോ ചെയ്യണേ? നമ്മുടെ ആവശ്യം അനുസരിച്ചല്ലേ? നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെ? നീഡ്സ്. അതെ, വെരി ഗുഡ് ഷഹനാസ്. അശ്വതിയൊക്കെ ഒരു മെസ്സേജ്. നീഡ്, നമ്മുടെ ആവശ്യം അനുസരിച്ചാ. നമുക്കിപ്പൊ എന്താ ആവശ്യം അതാ നമ്മൾ പർച്ചേസ് ചെയ്യണേ, അല്ലെ? അതെയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അല്ലെ? നീഡ്സ് ഓർ ആക്ടിവിറ്റി. ഇപ്പൊ എങ്ങനെയാണ് പർച്ചേസിങ്? ഹോസ്പിറ്റലില് അണ്ടർടേക്കൺ by the hospital, അല്ലെ? Needs or activities undertaken by the hospital. ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവിടെ പ്രവർത്തനങ്ങള്, അല്ലെ? അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അല്ലെ? അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ നീഡ് അനുസരിച്ചാണ് പർച്ചേസിങ് നടത്തുന്നത്. കിട്ടിയോ? രണ്ട് സെന്റൻസ് നോട്ട് ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം. ഇനി അതിന്റെ ലാസ്റ്റ് സെന്റൻസ് നോക്കുക. പർച്ചേസിംഗ് ഡൺ ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് ആട്ടോ പറയുന്നത്. ഹോസ്പിറ്റലിലെ ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും അനുസരിച്ചായിരിക്കണം പർച്ചേസിംഗ്. കിട്ടിയോ? രണ്ട് സെന്റൻസും നോട്ട് ചെയ്തെടുത്തോ നിങ്ങള്? ഓക്കെ ഓക്കെ, ഇങ്ങനെ പോയാൽ മതി കേട്ടോ. നമുക്ക് അതായത് ബാക്കിയൊക്കെ നമ്മൾ വായിക്കും, അതിന്റെ മീനിങ് പറയും, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് പറയുമ്പോ അപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിടുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്കും നല്ലത്. അല്ലെങ്കിൽ ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇത്രയും വലിയ ചാപ്റ്റർ ആവുമ്പോ അത്രയും നമ്മൾ പഠിച്ചാൽ ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടന്റ് സെക്ഷൻസും ആണ് നോട്ട് ചെയ്യാൻ പറഞ്ഞ് തന്നത്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കിയ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങള്? നമ്മള് മാർക്കറ്റിംഗ് പഠിച്ചപ്പോ 4 P's ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചത് ഓർക്കണ്ടോ? മാർക്കറ്റിംഗില് ഓർക്കണ്ടോ? മാർക്കറ്റിംഗില് ഓർക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പർച്ചേസിംഗില് 6 R's ഓഫ് പർച്ചേസിംഗ് വരുന്നുണ്ട്. പർച്ചേസിംഗിന്റെ 6 കാര്യങ്ങള് ഒന്ന് നോക്കിയേ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, ശരിയായ ക്വാളിറ്റിയില്, റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവില്, റൈറ്റ് പ്രൈസ്, ശരിയായ വിലയില്, ഫ്രം ദ റൈറ്റ് വെൻഡർ. റൈറ്റ് എന്നാട്ടോ അത്. ഒന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങളുടെ ടെക്സ്റ്റില്. RIGHT, റൈറ്റ് വെൻഡർ, ശരിയായ വെൻഡേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഓർ സോഴ്സ്, വെൻഡർ അല്ലെങ്കിൽ സോഴ്സ്, ശരിയായ വെൻഡേഴ്സ്, കച്ച് സപ്ലയറിൽ നിന്ന് അല്ലെങ്കിൽ ഉറവിടത്തിൽ നിന്ന്, അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് റൈറ്റ് പ്ലേസ്. കണ്ടോ? ശരിയായ പ്ലേസിലും ഡെലിവർ ചെയ്യുന്നതാണ്, നേടുന്നതാണ് പർച്ചേസിംഗ്. ഇതിനെയാണ് നമ്മൾ 6 R's ഓഫ് പർച്ചേസിംഗ്. അവിടെ നോക്കി നിങ്ങളുടെ ടെക്സ്റ്റിൽ 16 ആണ്, അത് തെറ്റാണ് കേട്ടോ. 6 R.
6 hours of purchasing. കിട്ടിയോ? അപ്പൊ നമ്മള് ഒരു സോഴ്സിൽ നിന്നോ വെൻഡേഴ്സിൽ നിന്നോ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ടൈമില് ശരിയായ പ്ലേസില് ശരിയായ വെൻഡേഴ്സിൽ നിന്നൊക്കെ എന്താണ് മെറ്റീരിയൽസിന്റെ ആ ഒരു നിരന്തരമായ ഒഴുക്ക് അല്ലെ എന്താണ് മെറ്റീരിയൽസ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കാം നമുക്ക് 6 hours ഓഫ് പർച്ചേസിംഗില് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. അണ്ടർലൈൻ ചെയ്തു 6 കാര്യങ്ങള്. അപ്പൊ അതിനകത്ത് ചോദിക്കാം ക്വസ്റ്റ്യൻ കേട്ടോ, നോട്ട് ചെയ്തിടുക അവിടെ. 6 hours ഓഫ് പർച്ചേസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഓക്കെ, അടുത്ത് നോക്കിയേ. The other objectives include keeping the constant flow of material and guarantee higher productivity. പിന്നെ ഒരു എയിം ഒബ്ജക്റ്റീവ് എന്താണ്? മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ. എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ഫ്ലോ എന്ന് വെച്ചാൽ സ്ഥിരമായ ഒരു നിരന്തരമായ ഒരു മെറ്റീരിയൽസിന്റെ ഫ്ലോ. ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പ് നൽകുന്നതും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു ലക്ഷ്യങ്ങളില് ഉൾപ്പെടുന്നു. ഇതൊക്കെയാണ് കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. മെറ്റീരിയൽസിന്റെ കോൺസ്റ്റന്റ് നിരന്തരമായിട്ടുള്ള ഒഴുക്ക്, ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുക. അതും ഏതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇനി അടുത്തത് vendor evaluation is a performed relying on quality rating and delivery rating. ഒരു വെൻഡർ എന്ന് പറഞ്ഞ ആരാണ്? കച്ചവടക്കാർ അല്ലെ, സപ്ലയേഴ്സ്. വെൻഡേഴ്സ് ഇവാലുവേഷൻ ഈസ് പെർഫോംഡ്. വെൻഡറിന്റെ ഇവാലുവേഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നത്? റിലൈങ് ഓൺ. എന്തിനെ റിലേ ചെയ്യുന്നു? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ക്വാളിറ്റി റേറ്റിംഗ്, ഡെലിവറി റേറ്റിംഗ് അല്ലെ. നമ്മൾ തരുന്ന സാധനത്തിന്റെ ക്വാളിറ്റി നോക്കൂ, അതുപോലെ തന്നെ ഡെലിവറി റേറ്റിംഗ്, ഡെലിവറി ചെയ്യുമ്പോൾ എടുക്കുന്ന റേറ്റ് എത്രയാണ്, അതിന് രണ്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിലൈങ് ഓൺ ഓർ ഡിപ്പെൻഡിങ് ഓൺ വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ്. രണ്ട് കാര്യങ്ങളാണ് വെൻഡർ മൂല്യനിർണ്ണയം നടത്തുന്നത്. റിലൈങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. വെൻഡേഴ്സ് ഹാസ് ടു ബി ട്രസ്റ്റ്വർത്തി. എങ്ങനെയായിരിക്കണം ഒരു വെൻഡർ? എങ്ങനെയായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. ഹോസ്പിറ്റലിലൊക്കെ സ്ഥിരമായിട്ട് സാധനങ്ങൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന വെൻഡേഴ്സ്മാരുണ്ട്. അവരത് എങ്ങനെയാ? അവര് സ്ഥിരം ഇതായിരിക്കും, സപ്ലയേഴ്സ്മാരായിരിക്കും. ഒരു വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? വിശ്വസ്തനായിരിക്കണം, ട്രസ്റ്റ് വർത്തി. ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലിൽ എന്തുണ്ട്? ഒരു വെൻഡേഴ്സിന്റെ അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ട്. Hospital have an approved list of vendors. Then അടുത്ത നോക്കി. Purchasing is a business function since we convert results into service and is then issued. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ റിസോഴ്സിനെ എന്താക്കി മാറ്റുന്നു? വി കൺവേർട്ട് റിസോഴ്സ് ഇൻടു സർവീസ്. ഹോസ്പിറ്റലില് എന്താ, നമ്മള് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ആ ഒരു റിസോഴ്സ് അതിനെ നമ്മൾ എന്താ സർവീസ് ആക്കുന്നു. ആൻഡ് ഈസ് ദെൻ ഇഷ്യൂഡ്, അത് അതിനെ ഇഷ്യൂ ചെയ്യുന്നു. Purchasing is spending function and is coordinate with the finance department in the event of one purchase. Purchasing എന്ന് പറഞ്ഞത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ഒരു ചെലവിടുന്ന പ്രവർത്തനമാണ് പർച്ചേസിംഗ് അല്ലെ. പർച്ചേസിംഗിന് പൈസ വരൂലേ? ഇതൊരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് കോർഡിനേറ്റ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഇവന്റ്സ് ഓഫ് ബൾക്ക് പർച്ചേസ്. ഒരു വലിയ ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തില് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു, സഹകരിക്കുന്നു, അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നു. ബൾക്ക് പർച്ചേസിന്റെ കാര്യത്തില് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു? ആരുമായിട്ടാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു.
Purchasing is a vigorous management activity. Purchasing എന്ന് പറഞ്ഞത് ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ്. As we require എന്തൊക്കെ വേണം? Proper planning of material, price forecasting. Price മുൻകൂട്ടി നമ്മൾ പ്രവചിക്കണം, അത് മനസ്സിലാക്കണം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് നമ്മൾ എന്താണ് ഇപ്പോഴത്തെ ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓർഗനൈസിംഗ് സംഘടന, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ പ്രിപ്പറേഷനുള്ള അറേഞ്ച്മെന്റ്, then coordination, able administration and timely decision, സമയോചിതമായ തീരുമാനം. ഇതെല്ലാം എന്തിനു വേണം? പർച്ചേസിംഗിന് വേണം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. Purchasing is a vigorous management activity we require. എന്തൊക്കെ വേണം? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആസൂത്രണം വേണം. അല്ലെ? നമുക്ക് ഒരു ബോധമില്ലാതെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യല്ല. ഏതൊക്കെ മെറ്റീരിയൽസ് ആണോ നമുക്ക് ആവശ്യം, നമുക്ക് വേണ്ടത്, ഹോസ്പിറ്റലിലേക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടത്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഒരു പ്രൈസ് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്തോ പ്രവചിക്കുന്നു. അത് ഇത്ര രൂപയാവും എന്ന് നമുക്ക് ആ ഒരു ഇത് വേണം. പർച്ചേസിങ് സമയത്ത് ഏകദേശം നമ്മുടെ ഒരു മനസ്സിലൊരു പ്രൈസ് വേണം. ഡിമാൻഡ്, പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡ് നമ്മൾ മുൻകൂട്ടി കാണണം. അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇവിടത്തെ എന്താണ് വേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി കാണണം. ഓർഗനൈസ് ചെയ്യണം. കോർഡിനേഷൻ, ഏകോപിപ്പിക്കുക. ഏബിൾ അഡ്മിനിസ്ട്രേഷൻ, ഒരു കഴിവുള്ള ഒരു ഭരണം. ടൈംലി ഡിസിഷൻ, സമയോചിതമായ തീരുമാനം. ഇതെല്ലാം പർച്ചേസിംഗിന് വേണം. ഇനി purchasing of hospital vary according to size and activities of the hospital. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഹോസ്പിറ്റലിലെ പർച്ചേസ് വ്യത്യാസപ്പെടാം. എന്തനുസരിച്ചാണ്? അക്കോർഡിംഗ് ടു സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലിപ്പം, അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് പർച്ചേസിംഗ് വ്യത്യാസപ്പെടാം. അല്ലെ? വലിയ ഹോസ്പിറ്റലാണെങ്കിലോ കുറെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അല്ലെ? പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഇപ്പൊ നമ്മള് ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ്, ഇപ്പൊ കണ്ണിന്റെ മാത്രം നോക്കുന്ന ഹോസ്പിറ്റൽ. അപ്പൊ ആ കണ്ണിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മതി അവിടെ. അല്ലെ? കണ്ണ് ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ മാത്രം മതി ആ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് മതിയാകും. അല്ലെ? അവിടേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നാൽ എല്ലാ ട്രീറ്റ്മെന്റും ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ളത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എങ്ങനെ പർച്ചേസിങ്, ഹോസ്പിറ്റലിലെ പർച്ചേസിങ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്തിനനുസരിച്ചാണ്? ഹോസ്പിറ്റലിന്റെ വലിപ്പം, അവിടുത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച്. ആ രണ്ട് കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തോ? Purchasing of hospital vary according to size and activities of the hospital. Underline ചെയ്തോ? Okay. Vary according to dash. അങ്ങനെ ചോദിക്കാം. Purchasing of hospital vary according to dash. എന്തനുസരിച്ചാണ്? Size and activities of the hospital. ഇനി അടുത്തത് 3 തരത്തിലുള്ള പർച്ചേസ് ആണ്. അത് നോട്ട് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പർച്ചേസിംഗിന്റെ മൂന്ന് തരത്തിലുള്ള പർച്ചേസിംഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ലോക്കൽ പർച്ചേസ് എന്താ? നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ ലോക്കലിന്ന്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ലോക്കൽ പർച്ചേസ്? പർച്ചേസ് ചെയ്യാറുണ്ട്. ഷമീർ ഇട്ടിട്ടുണ്ട്, പർച്ചേസ് ചെയ്യാറുണ്ട്. നല്ല ലോക്കൽ പർച്ചേസ് ചെയ്യാറുണ്ട്. എന്താ ലോക്കൽ പർച്ചേസ്? ലോക്കൽ അല്ലെ? നമ്മുടെ അടുത്തുനിന്നുള്ളത് പർച്ചേസ് ചെയ്യാണ്. ഓക്കെ. ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് rather than those producing distinct places. ദൂര സ്ഥലങ്ങളില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ അടുത്ത് ലോക്കലി അല്ലെ, നമ്മുടെ അടുത്തുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് പ്രിഫറൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. കിട്ടിയോ പോയിന്റ്? Local purchasing is a preference to buy goods and services which are locally produced. അല്ലെ? നമ്മുടെ ലോക്കലില് പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ?
ഇപ്പൊ ഡാഷ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡാഷ് ഇപ്പൊ ലോക്കൽ പർച്ചേസില് അല്ലെങ്കിൽ ഏത് പർച്ചേസിലാണെങ്കിൽ which of the following purchase is preference to dash purchase is a preference to buy goods and services which are locally produced. പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ലോക്കലി പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ലോക്കൽ പർച്ചേസ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, പർച്ചേസ് ഫ്രം സപ്ലയർ. സപ്ലയർമാരിൽ നിന്ന് പർച്ചേസ് നിങ്ങൾ വാങ്ങാറില്ലേ അല്ലേ? സപ്ലയർമാരിൽ നിന്ന് വാങ്ങാൻ ഓൺലൈനായിട്ടൊക്കെ വാങ്ങാറില്ലേ? ഇപ്പൊ കടയിൽ പോയി നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ? സപ്ലയർമാരിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അതെങ്ങനെയാണ്? when the purchase order is required by your supplier, അല്ലേ? നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു പർച്ചേസിംഗ് ഓർഡർ ആവശ്യമാണ്. നിങ്ങളുടെ സപ്ലയറിന് നമുക്ക് ഒരു പർച്ചേസിംഗ് ഓർഡർ ആവശ്യമാണ്. ഓക്കെ, ഒരു പർച്ചേസ് ഓർഡർ നമുക്ക് വേണം. when the purchase order is required to by your supplier, നിങ്ങൾ സപ്ലയറിനായിട്ട് നമ്മളൊരു ഓർഡർ കൊടുക്കണ്ടേ? എന്ത് സാധനമാണ് വാങ്ങണ്ടേ അല്ലെങ്കിൽ എന്താണ് നമുക്ക് പർച്ചേസ് ചെയ്യണ്ടേ എന്നുള്ളതിന് ഒരു ഓർഡർ ആ സപ്ലയറിന് ആവശ്യമാണ് അല്ലേ? when the purchase order is required to by your supplier, ഇപ്പൊ സപ്ലയറിൽ നിന്ന് വാങ്ങുമ്പോ എന്ത് വേണം? ഒരു പർച്ചേസ് ഓർഡർ വേണം. എന്ത് സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതിനൊരു ഓർഡർ കൊടുക്കണം, ഇത്ര എണ്ണം വേണം എന്ന് പറഞ്ഞ്. it forms a valid agreement between you, അതായത് കസ്റ്റമർ ആൻഡ് യുവർ സപ്ലയർ. അത് നമ്മളോ ആ സപ്ലയറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണത്, ഓർഡർ കൊടുക്കാന്നുള്ളത് അല്ലെ. എനിക്ക് ഇത്ര ഐറ്റംസ് വേണം, ഇന്ന എണ്ണ ഇത്ര ഐറ്റംസ് വേണം എന്ന് പറഞ്ഞ് ഞാൻ കസ്റ്റമർ ആണ്, എനിക്കല്ലേ വേണ്ടത് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഓർഡർ അവിടെ സപ്ലയറിന് കൊടുക്കുക ചെയ്യുന്നത്. it forms a valid agreement between you, അതായത് ദ കസ്റ്റമർ ആൻഡ് യുവർ സപ്ലയർ. അതാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. to distribute product or provide a service on time and at a price agreed. അപ്പൊ അതിനകത്ത് ഏത് സമയത്താണ് നമ്മൾ എത്തിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രൈസ് ഇതൊക്കെ അതിന് എഗ്രി ചെയ്യണം. then when you accept the invoice എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്ലാണ്. നമ്മൾ സപ്ലയറിൽ നിന്ന് ബില്ല് വാങ്ങുന്നു അല്ലെ, അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. യു ക്യാൻ ഗോ ടുഗദർ വിത്ത് ദ ഓർഡർ. നമ്മൾ ബില്ല് വാങ്ങിച്ചിട്ടല്ലേ നമ്മൾ പൈസ കൊടുക്കണോ? ആ ഓർഡറിന് കൊടുക്കും. വെറുതെ ഇത്ര രൂപയാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കോ പൈസ? ബില്ല് നമുക്ക് തരുമല്ലേ? യു ക്യാൻ ഗോ വിത്ത് ഇറ്റ് ഓർഡർ, ഇറ്റ് ടു ദ ഓർഡർ. എപ്പോഴാ? when you accept invoice from the supplier. സപ്ലയറിൽ നിന്ന് നമ്മൾ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലാണ് കേട്ടോ. സപ്ലയർ തരുന്ന ബില്ല്, ഇത്ര രൂപ നമ്മൾ കൊടുക്കണം എന്ന് കാണിക്കുന്ന ബില്ലാണ്. ബില്ല്, അത് ബില്ല് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡറിന്റെ കൂടെ പോകുന്നു ആൻഡ് പോസ്റ്റ് ഇട്ട് ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. സാധാരണ നമ്മൾ വാങ്ങാറുള്ളതല്ലേ, ആ പ്രൊസീജിയർ തന്നെയല്ലേ അവിടെ തന്നെ അല്ലേ? അപ്പൊ അതിനകത്ത് പർച്ചേസ് ഓർഡർ എന്താണെന്നൊന്ന് നോട്ട് ചെയ്തു. വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് സപ്ലയർ. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ഇമ്പോർട്ട് പർച്ചേസ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ് അല്ലെ. അതായത് ഫോറിൻ കൺട്രീസിൽ ചില സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടൂല അങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫോറിൻ കൺട്രീസ് വലിയ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ, വലിയ ഉപകരണങ്ങളാണെങ്കിൽ, നമുക്ക് ഇവിടെ കുറവുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ദൂര സ്ഥലത്തുനിന്ന് അല്ലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മളത് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യും. വാങ്ങാറില്ലേ അല്ലെ? നമ്മുടെ ഇവിടെ കിട്ടാത്തതാണെങ്കിൽ നമ്മൾ വേറെ രാജ്യത്തിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും. അതാണ് ഇമ്പോർട്ട് പർച്ചേസ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രീസ്. ഓർഡർ ചെയ്യും, ശരിയാണ്, നമ്മളത് ഓർഡർ ചെയ്യും, നമ്മൾ എന്നിട്ട് അവിടെ പർച്ചേസ് ചെയ്യും. അപ്പൊ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നാണ്? ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത നമ്മള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറഞ്ഞാൽ സപ്ലയർമാരിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അല്ലെ, ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ നമ്മൾ ഗുഡ്സോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. അത് മൂന്നും കിട്ടിയോ? അത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. പേരിൽ നിന്ന് തന്നെ അറിയാലോ, അല്ലെ? ഓക്കെ ആണല്ലേ? ക്ലിയർ ആണോ?
ഓക്കെയാണ്. 3 പർച്ചേസ് ഏതൊക്കെയാണ്, ഇവിടെ എന്താണ് അതിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി in purchasing, the starting point is the recognition of the need for a material or a product. അത് ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ആണ് പ്രൊഡക്റ്റ് എന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ പർച്ചേസിംഗിന്റെ ആദ്യത്തെ ഇതാണ് പർച്ചേസ് ഫ്രം സപ്ലയർ. ഇമ്പോർട്ടന്റ് പർച്ചേസ് ഫ്രം സപ്ലയറിൽ നമ്മൾ പർച്ചേസ് ഓർഡർ ഒന്ന് നോട്ട് ചെയ്താൽ മതി. വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് സപ്ലയർ, പർച്ചേസ് ഓർഡർ. പിന്നെ വേറെ ഒന്നും വന്നില്ല. പിന്നെ അതിനകത്ത് ഇൻവോയ്സ്, ബില്ലാണ്. വേറൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തില്ല. പിന്നെ അപ്പുറത്തുണ്ട് പർച്ചേസിംഗ് പ്രൊസീജിയറിൽ നമുക്ക് ഡീറ്റെയിൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അവിടെ 2-3 പേജ് കഴിയുമ്പോൾ പർച്ചേസിംഗ് പ്രൊസീജിയർ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് നോട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പർച്ചേസ് ഓർഡർ എന്താണെന്ന് ഒന്ന് നോട്ട് ചെയ്താൽ മതി അവിടെ. പിന്നെ 3 തരത്തിലുള്ള പർച്ചേസ് ചെയ്താണ്. അപ്പൊ ഏതെങ്കിലും ഇപ്പം ഫോറിൻ ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഡാഷ്, അങ്ങനെ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഡാഷ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പർച്ചേസ്, അല്ലെങ്കിൽ ഇൻ വിച്ച് പർച്ചേസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. അതായത് ഫോറിൻ കൺട്രീസിന് പർച്ചേസ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ അങ്ങനെ ആ ടൈപ്പ് ഏതെങ്കിലും ചോദിക്കാം ക്വസ്റ്റ്യൻ. പിന്നെ പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു പർച്ചേസിംഗിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആവശ്യകത തിരിച്ചറിയുകയാണ്. നീഡ് ഫോർ എ മെറ്റീരിയൽ ഓൺ എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റില്, ഒരു ഉൽപ്പന്നത്തിന് മെറ്റീരിയൽസിന്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയലാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ. In purchasing, the starting point is the recognition of the need for a material on a product. മെറ്റീരിയൽസിന്റെ ആവശ്യകത എന്താണ് എന്ന് തിരിച്ചറിയുക, അതാണ് ആദ്യ പടി, പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. The vendor or source selection has 4 stages. ഇനി നമ്മൾ ഒരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നത് 4 സ്റ്റേജിലൂടെയാണ്, 4 രീതികളിലൂടെയാണ് നമ്മളൊരു വെൻഡേഴ്സ് അല്ലെങ്കിൽ കച്ചവടക്കാരനെ സെലക്ട് ചെയ്യുന്നത്. ഏതൊക്കെ നമ്മൾ നോക്കി, സർവേ സ്റ്റേജ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. വെൻഡേഴ്സ് ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 stages. 4 സ്റ്റേജുകളുണ്ട്. ഏതാണ്? സർവേ സ്റ്റേജ്, then enquiry stage, negotiation stage. negotiation എന്ന് വെച്ചാൽ ചർച്ചകൾ. ഒന്ന് എഴുതി വെച്ച അവിടെ, നെഗോഷിയേഷൻ ചർച്ചകളാണ് നെഗോഷിയേഷൻ സ്റ്റേജ്. then അതെന്തിനു ബന്ധപ്പെട്ട, ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എന്നിവയൊക്കെ സംബന്ധിച്ചിട്ടുള്ള നെഗോഷിയേഷൻ സ്റ്റേജ്. അവിടെ ഒരു കാര്യം ഒന്ന് എഴുതി വെക്കാം. ലീഡ് ടൈം താഴെ പറയണ്ട. ഓക്കെ, ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ. ഒന്ന് കറക്റ്റ് ചെയ്തത്, ഓർഡറിംഗ് ദ മെറ്റീരിയൽ, METERIAL. ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ അത് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് വരെ ഉള്ള സമയമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്യണം കേട്ടോ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. The time between ordering the material and getting it to the department is called the dash. അങ്ങനെ ചോദിക്കാം. ലീഡ് ടൈം മനസ്സിലായോ? നമ്മുടെ ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത് വരെ എടുക്കുന്ന സമയത്തിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. പിന്നെ അടുത്തതാണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. അപ്പൊ അതിന് നമ്മൾ നോക്കേണ്ടത് 4 സ്റ്റേജുകൾ പഠിച്ചു വെക്കുക. സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. അതില് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ചർച്ചകളാണ്. എന്തിനു ബന്ധപ്പെട്ട, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ലീഡ് ടൈം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകള്. അതൊരു സ്റ്റേജ് ആണ്, നെഗോഷിയേഷൻ സ്റ്റേജ്. ഇനി അവിടെ നമ്മൾ പറഞ്ഞത് ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതിന് വരെയും എടുക്കുന്ന സമയമാണ് ലീഡ് ടൈം. 2 കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തെടുത്തോ. 4 സ്റ്റേജുകൾ, ലീഡ് ടൈം എന്താണ്, 2ഉം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
Purchasing department have a duty. ഒന്ന് correct ചെയ്തത്. Purchasing department have a duty to spend money എങ്ങനെയൊക്കെയാണ്? Judiciously, objectively, honesty and effectively. ഇപ്പൊ purchasing departmentന് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ? സ്പെൻഡ് മണി എങ്ങനെ ചെലവഴിക്കണം? ജുഡീഷ്യസ്ലി, വിവേകത്തോടെ. എങ്ങനെയാണ്? വിവേകത്തോടെ. ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായി. ഒരു ഒബ്ജക്റ്റീവ് വേണം. ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റി, സത്യസന്ധമായി. എഫക്റ്റീവ്ലി, ഫലപ്രദമായി. അപ്പൊ എങ്ങനെ പൈസ ചെലവഴിക്കണം? Purchasing department have a duty to spend money judiciously, objectively, honestly and effectively. പൈസ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും വിവേകത്തോടു കൂടിയും ഫലപ്രദമായും ചെലവഴിക്കുക, മണി പൈസ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. ആ 4 പോയിന്റ്സുകൾ എങ്ങനെയാണെന്നുള്ളത് മാത്രം. Purchasing department have a duty to spend money judiciously, objectively, honesty, effectively. ഫലപ്രദമായി. ആ 4 കാര്യങ്ങൾ നോട്ട് ചെയ്തെടുത്തോ? നോട്ട് ചെയ്തോ? ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടോ? ബുദ്ധിമുട്ടാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഒന്നോ രണ്ടോ പേജ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോർഷൻസ് തീരൂല. അതുകൊണ്ട് ഒരു 3 പേജെങ്കിലും നമ്മളൊരു ക്ലാസ്സിൽ നോക്കിയാലാണ് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അല്ലേ? നിങ്ങൾക്കറിയാലോ, ഇത്രയും വലിയ ചാപ്റ്റർ ആണ്. നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നിങ്ങളുടെ പോർഷൻസ് ഇപ്പൊ 3rd മൊഡ്യൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. അതിനുശേഷം 4th മൊഡ്യൂളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. 1st 2nd മൊഡ്യൂൾ പോലെയല്ല, എല്ലാ ചാപ്റ്ററുകളും വലുതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയാ, എല്ലാം വായിച്ച് പറഞ്ഞു തരും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. നമുക്ക് 1 പേജ് വെച്ചോ അല്ലെങ്കിൽ 2 പേജൊക്കെ വെച്ച് ഒരു ക്ലാസ്സിൽ അങ്ങനെ അത്രയും ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇത് തന്നെ അറിയാലോ, വലിയ ചാപ്റ്റർ ആണ്. അതിൻ്റെതായ കുറച്ച് പരിമിതികൾ ഉണ്ട് നമുക്ക് കേട്ടോ. അപ്പൊ നിനക്ക് നോട്ട് ചെയ്യാൻ പറയുന്നതിൽ ഒക്കെ എന്തെങ്കിലും ഇതുണ്ട്, ബാക്കിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകൾ പറയുന്നത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. അടുത്ത് നോക്കി, നെഗോഷിയേഷൻ. കറക്റ്റ് ആക്കേണ്ടത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി എന്നാണ് കേട്ടോ. അത് ഹാവ് ഡ്യൂട്ടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കറക്റ്റ് ചെയ്യാൻ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഡ്യൂട്ടി ഉണ്ട്. എന്ത് ഡ്യൂട്ടിയാ? പൈസ വിവേകത്തോടും സത്യസന്ധമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും ഫലപ്രദമായിട്ടും ചെലവഴിക്കാൻ എന്നുള്ളൊരു ഡ്യൂട്ടി. ഓക്കെ, ഹാവ് ഡ്യൂട്ടി എന്നാണ് അവിടെ കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ലീഡ് ടൈമില് ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ എന്നാക്കുക. മെറ്റീരിയൽ എന്നാക്കുക. 2 കാര്യങ്ങളാണ് അവിടെ ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ഇപ്പൊ ചോദിച്ചാക്ക് കറക്റ്റ് ചെയ്തോ അത്? ഓക്കെ. എന്തെങ്കിലും ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്തത് നെഗോഷിയേഷൻ ആണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ മലയാളം എന്താ പറഞ്ഞ? ചർച്ചകൾ. അത് നോട്ട് ചെയ്തെടുത്തോ. നെഗോഷിയേഷൻ ഈസ് എ two-way communication between buyer and seller. ബയ്യർ വാങ്ങുന്ന ആളും സെല്ലർ വിൽക്കുന്ന ആളും തമ്മിലുള്ള two-way communication, അതാണ് നെഗോഷിയേഷൻ. ചർച്ചകൾ കണ്ടിട്ടില്ലേ അല്ലേ? ഇപ്പൊ നമ്മൾക്കിടെ ഒരു ചർച്ച എന്തെങ്കിലും ഒരു ടോപ്പിക് വരികയാണെങ്കിൽ ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് നെഗോഷിയേഷൻ. വലിയ കമ്പനികളും ഒക്കെ അവരെ ഓരോ കമ്മിറ്റികള് ഇതൊക്കെ അവരെന്തെങ്കിലുമൊക്കെ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മള് എന്താ പറയാ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായിട്ട് പർച്ചേസ് കമ്മിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടവര് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനൊരു ഡിസിഷൻ എടുക്കുള്ളൂ അല്ലെ? ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയല്ലേ നമ്മള് ചർച്ചകൾ നടത്തുന്നത്. ഇപ്പൊ ഒരാള് മാത്രം, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യമാണെങ്കിൽ എന്നാൽ പോലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി ആലോചിച്ചിട്ടല്ലേ പർച്ചേസ് ചെയ്യുള്ളൂ അല്ലേ? കുഞ്ഞു സാധനമൊക്കെയാണെങ്കിൽ നമുക്ക് വാങ്ങാം. അല്ലാതെ പ്രത്യേകിച്ച് ഇത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാണെങ്കിലും നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാവരും കൂടി ആലോചിച്ച് ശേഷമല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യണത് അല്ലേ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ചർച്ചകളാണ്.
ചർച്ചകൾ. ആരൊക്കെ തമ്മിലുള്ളതാണ്? ബയ്യറും സെല്ലറും തമ്മിലുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ ചോദിക്കാട്ടോ, എന്നിട്ട് ചോദിക്കാം the two way communication between buyer and seller is called a dash. അല്ലെങ്കിൽ ചോദിക്കാം dash is a two way communication between buyer and seller. കിട്ടിയോ? പോയിന്റ് കിട്ടിയില്ലേ? അതിന്റെ ആൻസർ ചെയ്താൽ നെഗോഷിയേഷൻ, ചർച്ചകൾ. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടുക. പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇനി നോക്കിയേ, negotiation is defined as a discussion on a business transaction leading to finalization of purchase and the sales contract of goods and services. ഇനി എന്താണ് വേറെ? അപ്പൊ നമ്മൾ പറഞ്ഞു, സിമ്പിൾ ആയിട്ട് എന്താ പറഞ്ഞേ? ബയ്യറും സെല്ലറും തമ്മിലുള്ള ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നെഗോഷിയേഷൻ. ഇനി അടുത്തത് എന്താ? ഒരു നെഗോഷിയേഷൻ ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് ഗുഡ്സ് സർവീസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആ ഒരു ക്രയവിക്രയം അല്ലെ, നമ്മൾ മേടിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ അല്ലെ, ആ ക്രയവിക്രയ കരാറ് ഫൈനലൈസേഷനിലേക്ക്, ഒരു അന്തിമമാക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. കണ്ടോ? ഡിസ്കഷൻ ഓൺ എ ബിസിനസ് ട്രാൻസാക്ഷൻ ലീഡിങ് ടു ഫൈനലൈസേഷൻ അല്ലെ, ഫൈനലൈസേഷൻ, ഫൈനൽ എത്തുന്നതിലേക്കുള്ള ഒരു ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ. നമ്മൾ അങ്ങനെയല്ലേ, നമ്മളിപ്പോ വീട്ടിലേക്ക് ഒരു ടി വി വാങ്ങാം എന്നാ വീട്ടിലെ അച്ഛൻ പറയാണ്, അപ്പൊ അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യും അല്ലേ? മക്കള് പിന്നെ ഓൾറെഡി സപ്പോർട്ട് ചെയ്യും അല്ലെ? ടി വി വാങ്ങണ കാര്യം അവര് സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും ഇതാണെങ്കിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു ഫൈനൽ തീരുമാനം എത്തണം അല്ലെ? അപ്പൊ എന്തിനാ ഇത്? നമുക്ക് എന്തിനുള്ളൊരു ഡിസ്കഷൻ ആണ്? നമുക്ക് ഒരു ഫൈനലിലേക്ക് അല്ലെ, ഒരു ഫൈനല് ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഗുഡ്സിന്റെയും സർവീസുകളുടെയും മറ്റ് ക്രയവിക്രയ കരാറുകള് അന്തിമമാക്കുന്നതിന് വേണ്ടി നയിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള ചർച്ചയായി നെഗോഷിയേഷനെ നമുക്ക് കണക്കാക്കാം. Negotiation is depend on human behavior. ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഹ്യൂമൻ ബിഹേവിയർ. ഇവിടെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചർച്ചകൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയർ. ആ പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. നെഗോഷിയേഷൻ ഈസ് ഡിപ്പെൻഡ് ഓൺ ഡാഷ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ. ഇനി അടുത്തത് characteristics of a good negotiator or negotiating committee. എന്തൊക്കെയാണ് ഒരു നല്ലൊരു നെഗോഷിയേറ്റർ? നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞ ആരാണ്? നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആള് എന്ന് എഴുതി വെച്ചോണ്ട് അവിടെ. A person who conduct negotiation. A person who conduct negotiation. Negotiation conduct ചെയ്യുന്ന ആളാണ് അത് നെഗോഷിയേറ്റർ. ഒരു നെഗോഷിയേറ്ററിന് വേണ്ട നല്ല സ്വഭാവ സവിശേഷതകള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അവിടെ ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ നിങ്ങളുടെ ടെക്സ്റ്റിന് കേട്ടോ. ഒരു ടിക്കറ്റ് വെച്ചോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന് അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന് വേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കിയേ. must have a good knowledge of particular material. അല്ലേ? ഒരു ഇപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിനകത്ത് ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്ത് വേണം? ആ നെഗോഷിയേറ്ററിന് എന്ത് വേണം? ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു നോളജ് വേണം അല്ലേ? ഇപ്പൊ നമ്മളൊരു ചർച്ചയിൽ എടുക്കുക, ആ ഒരു അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളെ കൊണ്ടുവന്ന് നമ്മൾ ഇരുത്തി കഴിഞ്ഞ കാര്യമുണ്ടോ? അല്ലെ? അപ്പൊ ചർച്ച ചെയ്യുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡിസിഷൻ പറയുന്നതൊക്കെ നമുക്ക് അറിവ് വേണം. അപ്പൊ ഒന്നാമത്തെ ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന് വേണ്ട ഗുണം എന്താണ്? ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു നോളജ് വേണം. കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? നല്ല നോളജ് വേണം. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു നോളജ് വേണം. രണ്ടാമത് നോക്കിയേ, എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലെ എഫിഷ്യൻസി വേണം അല്ലേ? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി വേണ്ടേ? ഒന്നും ഇണ്ടാത്ത ഒരാളെ അയാളെ കൊണ്ടുവന്ന് നമുക്ക് ഈ ചർച്ചയിൽ കൊണ്ടുവന്ന് എഴുതാൻ പറ്റുമോ?
അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റർ ആയിട്ട് സെലക്ട് ചെയ്തിടാൻ പറ്റുമോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവുള്ളവര് ചിലര് വളരെ സൈലന്റ് ആയിരിക്കും, അധികം സംസാരിക്കില്ല. നല്ല വാക് സാമർത്ഥ്യം വേണ്ടേ? കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? വേണോ? വേണം. ഓക്കെ. അപ്പൊ അടുത്തൊരു ക്യാരക്ടർ എന്താണ്? നല്ല കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി വേണം. അടുത്ത് നോക്കിയേ, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽ. ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആക്രമണാത്മകമായ അല്ലെങ്കിൽ കോപാകുലമായ അല്ലെങ്കിൽ പ്രതിരോധാത്മകമായ, ഡിഫെൻസീവ് പ്രതിരോധാത്മകമായ ശൈലികൾ വേണം. എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഒരാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് ഫയർ ചെയ്ത് പറയേണ്ടതാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള അതിനെ പ്രതിരോധാത്മകമായ ശൈലി വേണം, അല്ലേ? നമ്മൾ ഈ ചർച്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ? ചർച്ചകളൊക്കെ വരുമ്പോ ഒരാളെന്തെങ്കിലും പറഞ്ഞു വായിന്ന് തീരാ നോക്കിയിരിക്കുകയാണ്, അപ്പൊ തന്നെ അതിന്റെ മുറ്റത്തടി ഒരു റെസ്പോണ്ട്, ഒരു അടി അവിടെ കൊടുക്കും, അല്ലേ? അല്ലേ? അപ്പൊ നമ്മള് ഒരാളെന്തെങ്കിലും പറഞ്ഞു, ആ ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? അതിനെ ഡിഫെൻസ് ചെയ്യേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഒഫൻസ് ചെയ്യണ്ട എന്ന് വെച്ചാൽ അതിനെ ഒരു ആക്രമിക്കേണ്ടതാണെങ്കിൽ കൈകൊണ്ടല്ല കേട്ടോ, നമ്മൾ വാക്കുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതാണെങ്കിൽ എന്താ പറയാ, ആ ഒരു സ്റ്റൈല് വേണം. ചിലരൊക്കെ കേട്ടിട്ട് എന്താ പറയില്ലേ, ഉരുളിക്ക് ഉപ്പേരിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനൊരു മറുപടി അവിടെ കൊടുക്കും. അങ്ങനെ ഒരു സ്റ്റൈല് വേണം. പിന്നെ ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, വ്യക്തവും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന സ്വഭാവവുമായിരിക്കണം. ചിലര് നമ്മൾ പറയും ട്യൂബ് ലൈറ്റാന്ന് പറയും, അല്ലെ? പതുക്കെ കത്തോളൂ. അങ്ങനെ മതിയോ? ഒരു ചർച്ച, ഒരു കാര്യം പറയാണ്, അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ നമ്മൾ ആലോചിച്ച്, അല്ലെ, വ്യക്തമായും പെട്ടെന്നും ചിന്തിക്കാൻ പറ്റുന്നവൻ ആയിരിക്കണം, അല്ലെ? എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ആലോചിച്ച് അതിന് പറഞ്ഞാൽ മതിയോ? മതിയോ? ഇല്ല, അല്ലെ? അപ്പൊ എന്ത് വേണം? ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. അടുത്ത് നോക്കിയേ, നോളേജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ഇതിലെല്ലാം എഗ്രിമെന്റ് കഴിഞ്ഞൊരു കോമയുണ്ട് കേട്ടോ അവിടെ. ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, ഇതിലെല്ലാം നോളജ് വേണം. കോൺട്രാക്റ്റിലെ നിയമങ്ങള്, നമ്മളൊരു കരാറിലേക്ക് എത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ നടപടികള്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്ങും ഒക്കെ. ഇപ്പൊ ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാണ്, അപ്പൊ എന്താ പറയാ, അവർക്കൊരു ഏകദേശം അതിന് ഇത്ര രൂപ പ്രൈസ് ആവുന്ന എന്ത് വേണം? ഒരു നോളജ് വേണം, അല്ലേ? അത് വേണം. പിന്നെ ലോജിക്കൽ തിങ്കർ. എന്താ ലോജിക്കൽ തിങ്കർ? ആരാ? യുക്തിപരമായി ചിന്തിക്കുന്നവര്. ലോജിക്കൽ തിങ്കർ യുക്തിപരമായി ചിന്തിക്കുന്ന ആളായിരിക്കണം. അടുത്ത് നോക്കി, ഗുഡ് ലിസണർ, നല്ല ശ്രോതാവായിരിക്കണം. ഇനി അവര് പറയുന്നത് കേൾക്കണ്ടേ? ചിലര് അവരെ കൊണ്ട് മിണ്ടിക്കില്ല, അല്ലെ? അങ്ങനെ പറ്റോ? ഗുഡ് ലിസണർ, അവര് പറയുന്നതും കേൾക്കണം, നല്ലൊരു ശ്രോതാവായിരിക്കണം. അടുത്ത് നോക്കി, ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ഒപ്റ്റിമിസ്റ്റിക് നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും, ഒപ്റ്റിമിസ്റ്റിക് ഉണ്ടാവും. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് മീനിങ്? ഒപ്റ്റിമിസ്റ്റിക് നല്ല എങ്ങനെയാണ്? ശുഭാപ്തി വിശ്വാസം വേണം. ചിലപ്പോൾ പോസിറ്റീവായിട്ട്, അല്ലേ? എന്ത് കാര്യം ഓക്കെയാണ്, ശരിയാണ്, ശരിയാവും, നല്ലൊരു ശുഭാപ്തി വിശ്വാസം വേണം. അങ്ങനെയുള്ള ഒരാളായിരിക്കണം. എല്ലാ നെഗറ്റീവ് ആവുന്ന ആളായാൽ ശരിയാകുമോ? നല്ലൊരു പോസിറ്റീവ് അപ്രോച്ച്, അല്ലെ? നല്ലൊരു ശുഭാപ്തി വിശ്വാസം വേണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ഇതെല്ലാം നല്ല ഹ്യൂമർ വേണമെന്ന്, നല്ല നർമ്മബോധം വേണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നല്ലൊരു നെഗോഷിയേറ്ററിന് അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന് വേണ്ട സ്വഭാവ സവിശേഷതകൾ. പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയത്. ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ?
നോക്കിയേ, നല്ല നോളജ്, ഒരു പ്രത്യേക മെറ്റീരിയലിനെ കുറിച്ച് നല്ലൊരു നോളജ് വേണം, കമ്മ്യൂണിക്കേഷനിൽ എഫിഷ്യൻസി വേണം, ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ, നമ്മുടെ പ്രതിരോധാത്മകമായ അല്ലെങ്കിൽ ആക്രമണാത്മകമായിട്ടുള്ള ഒരു ശൈലി വേണം, വ്യക്തമായും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, നല്ല വ്യക്തിഗത കഴിവ് വേണം, ഇന്റർപേഴ്സണൽ സ്കില്ല് പറഞ്ഞില്ല അല്ലേ, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അത് പറഞ്ഞില്ല, ഞാനിപ്പോ വായിച്ചു നോക്കി വേണം, നല്ല വ്യക്തിഗത കഴിവ് വേണം, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, നല്ല വ്യക്തിഗത കഴിവുകൾ വേണം, പേഴ്സണലി അവര് നല്ല സ്കിൽഡ് ആയിരിക്കണം. പിന്നെ നമ്മള് നോളജ് കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ്, പ്രൈസിങ്, ഇതിലൊക്കെ നല്ലൊരു നോളജ് വേണം, അവയൊക്കെ സംബന്ധിച്ചൊരു നല്ലൊരു നോളജ് വേണം, ലോജിക്കൽ തിങ്കർ ആയിരിക്കണം, എന്നുവെച്ചാൽ എന്താണ്, വ്യക്തിപരമായി ചിന്തിക്കുന്ന ആളായിരിക്കണം, നല്ല ലിസണർ ആയിരിക്കണം, നല്ല ശ്രോതാവായിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം വേണം, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധം വേണം. കിട്ടിയോ? ക്ലിയർ ആയോ പോയിന്റ്സുകള്? അത് നോട്ട് ചെയ്തെടുത്തില്ലേ നിങ്ങള്? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്, ഒന്ന് രണ്ടെണ്ണം പറയാം, പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് കോസ്, ഒരു ഓർഗനൈസേഷന്റെ താല്പര്യവും ലക്ഷ്യവും സംരക്ഷിക്കുന്നതിന്, ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, താല്പര്യവും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്നതിന്, സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് കോസ്. പിന്നെ നോക്കിയ സെക്കൻഡ് പോയിന്റ് എന്താ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെറുതെ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞേക്കുന്നത്, ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് കോസ്, അത് പറഞ്ഞു. രണ്ടാമത്തെ, ടു സീ ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ, എന്താ, സംഘടന, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റല്, അതൊരു ഡിസ്അഡ്വാൻറ്റേജസ്, ഒരു എന്താ പറയാ, പ്രതികൂലമായ അവസ്ഥയിലാണ്, ഇസ് നോട്ട് എന്ന് പറഞ്ഞില്ല കേട്ടോ, നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ, ഒരു സംഘടന ഒരു പ്രതികൂലമായ അവസ്ഥയിലല്ലെന്ന് കാണാനായിട്ട്, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു അനുകൂലമാണെന്ന് മനസ്സിലാക്കാൻ. ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ, ഓർഗനൈസേഷൻ ഒരു പ്രതികൂലമായ അവസ്ഥയിലല്ലെന്ന് കാണാൻ, അതായത് എന്താ, അനുകൂലമായ അവസ്ഥയിലാണ്. പിന്നെ ടു സേഫ് ഗാർഡ് ദ ഓർഗനൈസേഷൻ gets all benefits which can easily and comparatively come to it in normal circumstances. അടുത്ത എന്താ, ടു ensure ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പിക്കുക. നമുക്ക് എന്താ പറഞ്ഞത്, ടു ensure that organization get all benefits which can easily and comparatively come into the normal circumstances. അതായത് ഒരു സാധാരണ സാഹചര്യത്തില് കമ്പനിക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഓർഗനൈസേഷന് ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും, എല്ലാ ആനുകൂല്യങ്ങളും ആ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances. സാധാരണ സാഹചര്യങ്ങളിൽ കമ്പനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത നോക്കി ഒരു പോയിന്റ് കൂടി പറയാം, ടു സീ ദാറ്റ് ദ ഡിസ്റ്റിങ് ഫ്യൂച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ബാർഗെയിൻ ഫോർ ദ പ്രസന്റ്. അതായത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ബാർഗെയിൻ ചെയ്യുന്നില്ല എന്ന് കാണാൻ, അതായത് നമ്മുടെ ഫ്യൂച്ചറും കൂടി നമ്മൾ നോക്കട്ടുന്ന. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ മാത്രമല്ല അവിടെ ഫ്യൂച്ചറിനെ കൂടി കണക്കിലാക്കുന്നുണ്ട്.
to see that the distinct future of the organization is not bargained for the present. അതായത് നമ്മൾ പ്രസന്റിനെ ഇത് മാത്രമല്ല അവിടെ നമ്മൾ നോക്കുന്നത്, അത് ഭാവിയിലെയും കൂടി ഫ്യൂച്ചറിലെ കാര്യം കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. അത് വെറുതെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. മറ്റേ നമ്മൾ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് നോട്ട് ചെയ്തെടുക്കുക. അത് മിക്കവാറും എക്സാമിന് അതിൽ നിന്ന് ഏതെങ്കിലും 2-3 പോയിന്റ്സ് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാറുണ്ട്. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടി പറയാം കേട്ടോ. സമയം ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇവിടെ വരെ വായിച്ചു വെക്കുക കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ എന്നുള്ളത് വരെ വായിച്ചു വെക്കുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. Bye. Thank you.